ഹായ് വ്യൂവേഴ്സ്, ഫിസ്റ്റർ ഫസ്റ്റ് ഇയർ സിലബസിൽ ഉൾപ്പെട്ട ഷീറ്റ് മെറ്റൽ ടൂൾസ് വിഭാഗത്തിൽ സോൾഡറിങ് അയൺ, അതുപോലെ തന്നെ ഗ്രൂവേഴ്സ് എന്നിവയെക്കുറിച്ചാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITIയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോൾഡറിങ് അയണിനെ കുറിച്ചാണ്. സോൾഡറിങ് അയൺ ഓർ സോൾഡറിങ് ബിറ്റ് കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു ഷീറ്റ് മെറ്റൽ വർക്ക് ഉണ്ടാക്കിയതിന് ശേഷം അത് നമ്മൾ കൂട്ടി യോജിപ്പിക്കാനും അതിൽ ലീക്ക് പ്രൂഫാക്കാനും വേണ്ടി നമ്മൾ സാധാരണഗതിയിൽ സോൾഡറിങ് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ദി സോൾഡറിങ് അയൺ ഈസ് യൂസ്ഡ് ടു മെൽറ്റ് ദ സോൾഡർ ആൻഡ് ഹീറ്റ് മെറ്റൽ ദാറ്റ് ആർ ജോയിൻഡ് ടുഗദർ. അപ്പം ഒരു സോൾഡറിങ് അയൺ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സോൾഡർ ഉരുക്കാൻ വേണ്ടിയാണ്. സോൾഡറും നമുക്കറിയാം ടിന്നിനും ലെഡിൻ്റെ അലോയാണ്. വളരെ കുറഞ്ഞ മെൽറ്റിംഗ് പോയിൻ്റുള്ള ലോഹങ്ങളാണ് ടിന്നും ലെഡും. അപ്പോൾ ഇത് നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് പ്രധാനമായിട്ട് സോൾഡറിങ് അയൺ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ ജോയിൻസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. സോൾഡറിങ് അയൺസ് ആർ നോർമലി മെയ്ഡ് ഓഫ് കോപ്പർ ആൻഡ് കോപ്പർ അലോയ്സ്. ഇപ്പോൾ സോൾഡറിങ് അയൺ പ്രധാനമായിട്ട് കോപ്പർ അലോയ്സ് വെച്ചാണ് ഉണ്ടാക്കൽ. കോപ്പർ അലോയ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റം മുമ്പ് കാണിച്ചത് ഇതിൻ്റെ അറ്റം കാണിച്ച പോലെ നമ്മൾ സാധാരണ എന്തെങ്കിലും കോപ്പർ ഉപയോഗിച്ചിട്ടാണ് സാധാരണ അറ്റം ഉണ്ടാക്കാറ്. സോ ദേ ആർ ആൾസോ കാൾഡ് കോപ്പർ ബിറ്റ്. അതുകൊണ്ട് തന്നെ ഇതിനെ സോൾഡറിങ് ബിറ്റിനെ നമ്മൾ കോപ്പർ ബിറ്റ് എന്നും വിളിക്കുന്നു. കോപ്പർ ഈസ് എ പ്രിഫേർഡ് മെറ്റീരിയൽ ഫോർ സോൾഡറിങ് ബിറ്റ് ബിക്കോസ്. അപ്പോൾ ഈ സോൾഡറിങ്ങിൻ്റെ അറ്റത്തുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കുന്നത് കോപ്പറാണ്. അപ്പോൾ അത് കോപ്പർ ഉപയോഗിക്കാൻ പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ, ഇറ്റ് ഈസ് വെരി ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഇത് ഒരു ഹീറ്റിൻ്റെ നല്ലൊരു കണ്ടക്ടറാണ്. ഹീറ്റ് ചിലപ്പം പെട്ടെന്ന് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോഹമാണ് ചെമ്പ്. ഇറ്റ് ഹാസ് അഫിനിറ്റി ഫോർ ടിൻ ആൻഡ് ലെഡ്. ഇത് ടിന്നും ലെഡും ചുരുക്കുമ്പോൾ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കും. ഇറ്റ് ഈസ് ഈസി ടു മെയിൻറ്റെയിൻ ഇൻ സർവീസബിൾ കണ്ടീഷൻ. ഇത് നമുക്ക് പെട്ടെന്ന് ഉപയോഗത്തിന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണുള്ളത്. ഇറ്റ് ക്യാൻ ബി ഈസിലി ഫോർജ്ഡ് ടു ബി റിക്വയർഡ് ഷേപ്പ്. നമ്മൾ ചൂടാക്കിയിട്ട് ഏത് ഷേപ്പിലും ആക്കിയെടുക്കാൻ ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ ചിത്രത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രിക് സോൾഡറിങ് അയൺ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി പാർട്സ് ഓഫ് സോൾഡറിങ് അയൺ, ഒരു സോൾഡറിങ് അയണിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചിത്രം ശ്രദ്ധിക്കുക. ഇതിൽ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന്, മുകളിൽ വുഡൻ ഹാൻഡിലുണ്ട്, ഷാങ്ക്, ഹെഡ് ഓർ കോപ്പർ ബിറ്റ്, എഡ്ജ്. അതിൽ നമ്മൾ അറ്റത്തിലുള്ള ഈ ഹെഡ് എന്നുള്ള പാർട്ടാണ് പ്രധാനമായിട്ട് ചെമ്പ് കൊണ്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള പാർട്ട് മരം കൊണ്ടും സ്റ്റീൽ കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അടുത്തത് സോൾഡറിങ് കോപ്പർ ബിറ്റ്. ടൈപ്സ് ഓഫ് സോൾഡറിങ് കോപ്പർ ബിറ്റ്. സോൾഡറിങ് കോപ്പർ ബിറ്റ് പല തരത്തിൽ ലഭ്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് സോൾഡറിങ് ബിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദർ ആർ 7 ടൈപ്സ് ഓഫ് സോൾഡറിങ് കോപ്പർ ബിറ്റ്സ് ഇൻ ജനറൽ യൂസ്. പ്രധാനമായിട്ട് നമ്മൾ 7 തരത്തിലുള്ള സോൾഡറിങ് അയൺസാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ പോയിൻറ്റഡ് സോൾഡറിങ് കോപ്പർ ബിറ്റ്, ഇലക്ട്രിക് സോൾഡറിങ് കോപ്പർ ബിറ്റ്, ഗ്യാസ് ഹീറ്റഡ് സോൾഡറിങ് കോപ്പർ ബിറ്റ്, സ്ട്രെയിറ്റ് സോൾഡറിങ് കോപ്പർ ബിറ്റ്, ഹാച്ചറ്റ് സോൾഡറിങ് കോപ്പർ ബിറ്റ്, അഡ്ജസ്റ്റബിൾ കോപ്പർ ബിറ്റ്, ഹാൻഡി സോൾഡറിങ് കോപ്പർ ബിറ്റ്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന തരം വരുന്നത് സോൾഡറിങ് ബിറ്റ്സ് ആർ സ്പെസിഫൈഡ് ബൈ ദ വെയ്റ്റ് ഓഫ് ദ കോപ്പർ. സോൾഡറിങ് ബിറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കോപ്പറിൻ്റെ വെയിറ്റ് എത്ര ഉണ്ട് അതിനനുസരിച്ചാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഫോർ ജനറൽ സോൾഡറിങ് പ്രോസസ് ദ ഷേപ്പ് ഓഫ് ദ ഹെഡ് ഈസ് സ്ക്വയർ പിരമിഡ്. അപ്പോൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് സ്ക്വയർ പിരമിഡ് ഷേപ്പിലുള്ള സോൾഡറിങ് ബിറ്റാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി ഓരോ സോൾഡറിങ് ബിറ്റും പഠിക്കാം. ഫസ്റ്റ്, പോയിൻ്റ് സോൾഡറിങ് കോപ്പർ ബിറ്റ്. ചിത്രം ശ്രദ്ധിക്കുക. ചിത്രത്തിൽ നമ്മളൊരു ട്യൂബ്, ഒരു പൈപ്പ് സോൾഡർ ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഒരു സോൾഡറിങ് ബിറ്റ് കാണാൻ പറ്റും. അതുപോലെ ഒരു സോൾഡറിങ് റോഡും ഉണ്ടാവും. അതാണ് ടിന്നിൽ ഉണ്ടാക്കിയ സോൾഡർ. ആ സോൾഡർ അതിൻ്റെ കൂടെ തന്നെ വെച്ചിരിക്കും, ഉരുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണത്. പോയിൻ്റ് സോൾഡറിങ് ബിറ്റ്. ദിസ് ഈസ് ആൾസോ കാൾഡ് എ സ്ക്വയർ പോയിൻറ്റഡ് സോൾഡറിങ് ബിറ്റ് അയൺ. ഇത് സ്ക്വയർ പോയിൻറ്റഡ് സോൾഡറിങ് അയൺ എന്ന പേരിൽ അറിയപ്പെടുന്നു.
ദി എഡ്ജ് ഈസ് ഷേപ്പ്ഡ് ടു ആൻ ആംഗിൾ 4 സൈഡ് ടു ഫോം എ പിരമിഡ്. ഇതൊരു പിരമിഡ് ഷേപ്പിലാണ് 4 ഭാഗം ഉണ്ടായിരിക്കും. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ടാക്കിംഗ് ആൻഡ് സോൾഡറിങ്. നമ്മൾ ടാക്കിംഗ് ഓരോ പോയിന്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും അതിന് മൊത്തത്തിൽ സോൾഡർ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. അടുത്തത് ഇലക്ട്രിക് സോൾഡറിങ് കോപ്പർ ബിറ്റ്. നമ്മൾ സാധാരണഗതിയിൽ റേഡിയോ പാർട്സ് നന്നാക്കാനും ഏറ്റവും കൂടുതൽ കാണുന്ന ടൈപ്പാണ് ഇതുള്ളത്. ഇത് നമ്മൾ കറണ്ടിൽ കുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചൂടാവും. ആ മോഡലാണിത്. ദ ബിറ്റ് ഓഫ് ദ ഇലക്ട്രിക് സോൾഡറിങ് അയൺ ഹീറ്റഡ് ബൈ എൻ എലമെൻറ്റ്. അതിനുള്ളിൽ ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് ഉണ്ടാവും. ആ എലമെൻറ്റാണ് ചൂടാക്കുന്നത്. ദിസ് ടൈപ്പ് ഈസ് പ്രിഫേർഡ് ഇഫ് ദ കറണ്ട് ഈസ് അവൈലബിൾ ബിക്കോസ് ദ മെയിൻറ്റെയിൻസ് യൂണിഫോം ഹീറ്റ്. അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രിസിറ്റി അവൈലബിൾ സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഇലക്ട്രിസിറ്റി കണക്ഷൻ നിർബന്ധമാണ്. സ്ഥലത്ത് യൂണിഫോം ഹീറ്റ് ക്രിയേറ്റ് ആവും. ഒരേപോലെ ഹീറ്റ് ഇതിനുണ്ടാവും. ദേ ക്യാൻ ബി മെയ്ഡ് ക്വയറ്റ് സ്മാൾ ആൻഡ് ആർ ജനറലി യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ഓർ റേഡിയോ അസംബ്ലി വർക്ക്. ഇത് ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റേഡിയോൻ്റെ പാർട്സും ഒക്കെ കപ്പാസിറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. അടുത്തത് ഗ്യാസ് ഹീറ്റഡ് സോൾഡറിങ് കോപ്പർ ബിറ്റ്. അടുത്തത് നമ്മൾ എന്താ നോക്കാം. എ ഗ്യാസ് ഹീറ്റഡ് സോൾഡറിങ് കോപ്പർ ബിറ്റ് ഈസ് ഹീറ്റഡ് ബൈ എ ഗ്യാസ് ഫ്ലെയിം വിച്ച് ഇംപിഞ്ചസ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഹെഡ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു നമ്മൾ LPG ഗ്യാസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫ്ലെയിം ഉപയോഗിച്ച് ചൂടാക്കുന്നൊരു ടൈപ്പാണുള്ളത്. കുറച്ച് ഹെവി ടൈപ്പാണ് ഇത് വരുന്നത്. ഷേപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിത്രം നോക്കിയാൽ ശ്രദ്ധിക്കുക. ഹൈ പ്രഷർ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ആൻഡ് ദി ബിറ്റ്സ് ഈസ് ലാർജ് ഇനഫ് ടു ഹാവ് ഗുഡ് ഹീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി. അപ്പോൾ ഇതിന് ബിറ്റിൻ്റെ വലിപ്പം കുറച്ച് കൂടുതലായിരിക്കും. അത് ഹൈ പ്രഷർ ഗ്യാസാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG ഫ്ലെയിം ഈസ് യൂസ്ഡ് ടു എക്സ്റ്റെൻസീവ്ലി ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഇതിനുവേണ്ടി സാധാരണ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പാചകവാതമായ LPG ആണ് ഉപയോഗിക്കുന്നത്. സോൾഡറിങ് കിറ്റ് നോർമലി യൂസ്ഡ് ടു മേക്ക് മോസ്റ്റ് കൈൻഡ് ഓഫ് സോൾഡറിങ് കണക്ഷൻസ്. അപ്പോൾ സോൾഡറിങ് കിറ്റ് പ്രധാനമായിട്ട് നമ്മൾ സോൾഡറിങ് കണക്ഷൻസുള്ള എല്ലാ ടൈപ്പിനും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് സ്ട്രെയിറ്റ് സോൾഡറിങ് കോപ്പർ ബിറ്റ്. സ്ട്രെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ദിസ് ടൈപ്പ് ഓഫ് സോൾഡറിങ് ആണ് സ്യൂട്ടബിൾ ഫോർ സോൾഡറിങ് ദ ഇൻസൈഡ് ബോട്ടം ഓഫ് എ റൗണ്ട് ജോബ്. നമ്മളൊരു റൗണ്ട് ജോബിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ് സ്ട്രെയിറ്റ് സോൾഡറിങ് കോപ്പർ ബിറ്റ്. അടുത്ത് ഹാച്ചറ്റ് സോൾഡറിങ് കോപ്പർ ബിറ്റ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണുള്ളത്. കാരണം നമ്മൾ ഷീറ്റ് മെറ്റലിലെ ജോയിൻസൊക്കെ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ജോയിൻ്റൊക്കെ വളരെ കോർണറിലൊക്കെ ചെയ്യാൻ എളുപ്പത്തിലുള്ള ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അതിൽ പെട്ടതാണ് ഹാച്ചറ്റ് സോൾഡറിങ് കോപ്പർ ബിറ്റ്. This type of soldering iron is very much suitable for soldering on flat position of lap or grooved joint outside round or square bottom. അപ്പം ഇതിൽ പ്രധാനമായിട്ട് സ്യൂട്ടബിൾ ആണ് ഫോർ സോൾഡറിങ് ഓൺ ഫ്ലാറ്റ് പൊസിഷൻ ലാപ്പ് ഓർ ഗ്രൂവ്ഡ് ജോയിൻ്റ് ഔട്ട്സൈഡ് റൗണ്ട് സ്ക്വയർ ബോട്ടം. അപ്പോൾ ഇത് നമ്മൾ സോൾഡറിങ് അയൺ ഫ്ലാറ്റ് പൊസിഷൻ സോൾഡർ ചെയ്യാനോ ഗ്രൂവ്ഡ് ജോയിൻറ്റ് ഔട്ട്സൈഡ് സ്ക്വയർ ബോട്ടം ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഷീറ്റ് മെറ്റലിലെ ജോയിൻറ്റിൻ്റെ സൈഡൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കിത് വളരെയധികം ഉപയോഗിക്കുന്നു. അടുത്തത് അഡ്ജസ്റ്റബിൾ സോൾഡറിങ് കോപ്പർ ബിറ്റ്. ദിസ് ടൈപ്പ് ഓഫ് സോൾഡറിങ് അയൺ ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് വേർ സ്ട്രെയിറ്റ് ഓർ ഹാച്ചറ്റ് ബിറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ സോൾഡറിങ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഹാച്ചറ്റ് സോൾഡറിങ് ബിറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പ്രത്യേകം ഉപയോഗിക്കുന്നതാണ് അഡ്ജസ്റ്റബിൾ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ ചിത്രം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതിൻ്റെ അറ്റം നമുക്ക് രണ്ട് ഭാഗത്തേക്ക് തിരിക്കാൻ പറ്റും. അതൊരു പിന്നുപയോഗിച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അറ്റം നമുക്ക് രണ്ട് പൊസിഷനിലേക്കും നീക്കാൻ പറ്റും. അഡ്ജസ്റ്റബിൾ സോൾഡറിങ് കോപ്പർ ബിറ്റ് കാൻ ബി അഡ്ജസ്റ്റഡ് ഇൻ എനി പൊസിഷൻ ഫോർ സോൾഡറിങ്. സോൾഡർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് പൊസിഷനിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അടുത്തത് ഹാൻഡി സോൾഡറിങ് കോപ്പർ ബിറ്റ്. വേറെ തരത്തിലാണ്. ഇറ്റ് ഈസ് ലൈക്ക് എ ഹാച്ചറ്റ് ടൈപ്പ് ബട്ട് ബിഗ്ഗർ ഇൻ സൈസ് ദാൻ ദ അഡ്ജറ്റ്. ഇതൊരു ഹാച്ചറ്റ് ടൈപ്പ് സോൾഡറിങ് പോലെ തന്നെയാണ്. അത് കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് ഹെവി ഗേജ് ഓഫ് മെറ്റൽ. കുറച്ച് കനം കൂടിയ മെറ്റലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞത് സോൾഡറിങ് ബിറ്റിനെ കുറിച്ചാണ്. നമുക്ക് സാധാരണഗതിയിൽ ഇത് നമ്മൾ ഉപയോഗിക്കാറ് ഒരു സോൾഡറിങ് ബിറ്റ് ഒരു തീ ഉപയോഗിച്ച് ചൂടാക്കുന്നു. ആ ചൂടായ ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഷീറ്റ് ചൂടാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ സോൾഡർ ചൂടാക്കാൻ വേണ്ടിയിട്ടും ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സാധാരണ ഫർണസിൽ വെച്ചൊക്കെ ചൂടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സോൾഡർ ഉരുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ് പ്രധാനമായിട്ട് സോൾഡറിങ് ബിറ്റ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രൂവേഴ്സിനെ കുറിച്ചാണ്. ഗ്രൂവർ
നമ്മളൊരു ഷീറ്റ് മെറ്റലിൻ്റെ സീംസ് ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗ്രൂവർ. എനി സീം ഇൻ ഷീറ്റ് മെറ്റൽ ഷുഡ് ബി ലോക്ക്ഡ് ഓർ ക്ലോസ്ഡ് പ്രോപ്പർലി ഫോർ എഫക്റ്റീവ് ഫങ്ഷനിങ്. നമുക്ക് ഷീറ്റ് മെറ്റലിൻ്റെ ഇത് മടക്കി ഫോൾഡ് ചെയ്യുന്നതാണ് നമ്മൾ സീം എന്ന് പറയാറ്. ആ സീം നമ്മൾ ലോക്ക് ചെയ്യൽ പ്രധാനമാണ്, ഇളകാതിരിക്കാൻ വേണ്ടി. ഈ ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഗ്രൂവർ. അതർവൈസ് ജോയിൻറ്റ് വിൽ നോട്ട് ബി ഫെയിലിയർ. അപ്പോൾ ശരിക്കും ലോക്ക് ചെയ്തില്ലെങ്കിൽ ഈ ജോയിൻറ്റ് നമ്മൾ ഫെയിലിയർ ആവും, ശരിയാവില്ല. ഇപ്പോൾ ഒരു ഗ്രൂവറിൻ്റെ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, അത് കാണാൻ പറ്റും. അതിൽ ഗ്രൂവർ കാണിച്ചിട്ടുണ്ട്, താഴെ ജോയിൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എ ഗ്രൂവർ ഈസ് എ ഹാൻഡ് ടൂൾ യൂസ്ഡ് ഫോർ ക്ലോസിങ് ആൻഡ് ലോക്കിംഗ് സീംസ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്. ഒരു ഷീറ്റ് മെറ്റൽ വർക്കിൽ ഒരു സീംസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂവർ ഉപയോഗിക്കുന്നത്. ദി എൻഡ് ഓഫ് ദ ടൂൾ ഈസ് റിസസ്ഡ് ടു ഫിറ്റ് ഓവർ ദ ലോക്ക് മേക്കിംഗ് ദ ഗ്രൂവ്ഡ് സീം. അപ്പോൾ ആ ടൂളിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഗ്രൂവ് സീമിന് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുക. ആ ഗ്രൂവിൻ്റെ വീതി 10 mm ആണെങ്കിൽ ആ 10 mm കറക്റ്റായിട്ട് ചെറിയൊരു അലവൻസ് കൊടുത്തിട്ടാണ് ഗ്രൂവർ ഉണ്ടാക്കിയിരിക്കുന്നത്. സൈസ് ഓഫ് ദ ഗ്രൂവർ. ഗ്രൂവേഴ്സ് ആർ അവൈലബിൾ ഇൻ വേരിയസ് സൈസസ് 3 mm, 4 mm, 5 mm എക്സെട്ര. അപ്പോൾ 3 mm, 4 mm, 5 mm പലതരത്തിലുള്ള ഗ്രൂവേഴ്സ് ലഭ്യമാണ്. ജനറലി എ ഗ്രൂവർ 1.5 mm വൈഡർ ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ ഫോൾഡ് ഈസ് യൂസ്ഡ്. അപ്പോൾ സാധാരണഗതിയിൽ ആ വിഡ്ത്ത് അതിൻ്റെ ഉണ്ടാക്കിയ ആ ജോയിൻറ്റിൻ്റെ വിഡ്ത്ത് 5 mm ആണെങ്കിൽ അതിലൊരു 1.5 mm കൂട്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഗ്രൂവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോർ തിക്കർ മെറ്റീരിയൽസ് എ ഗ്രൂവർ 3 mm ലാർജർ ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ ഫോൾഡ് ഈസ് യൂസ്ഡ്. ഇനി അതല്ല, വളരെ ഗേജ് കൂടിയ കനം കൂടിയ ഷീറ്റാണെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി അലവൻസ് കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ദ വിഡ്ത്ത് ഓഫ് ദ ഗ്രൂവ് ഈസ് സ്റ്റാമ്പ്ഡ് ഓൺ ദ ടൂൾ ബോഡി. അതിൻ്റെ എത്രയാണോ അതിൻ്റെ ഗ്രൂവറിൻ്റെ സൈസ് അതതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിരിക്കും, അതിൻ്റെ സൈസ്. ഈ ക്ലോസിങ് ആൻഡ് ലോക്കിങ്, ചിത്രം ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ലോക്ക് ചെയ്യാമെന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത് ഇത് ശ്രദ്ധിച്ചാൽ പറ്റും, നമുക്ക് ജോയിൻറ്റ് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ആ ജോയിൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഇളകിക്കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ പറ്റും. താഴെ കാണിച്ചിട്ട് നോക്കി അറിയാൻ പറ്റും, അത് ഗ്രൂവർ വെച്ച് അടിച്ചതിന് ശേഷമുള്ള അവസ്ഥയാണ്. അതിൻ്റെ വലതുവശത്ത് ഒരു ബെൻഡ് കാണാൻ പറ്റും. ആ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ അത് ഒരു ഭാഗം ബെൻഡ് ചെയ്തിട്ട് അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂവർ ഉപയോഗിക്കുന്നത്. ദ ഫസ്റ്റ് ഓഫ് ദ ജോയിൻറ്റ് ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് ദെൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ബൈ എ മാലറ്റ്. ഒന്നാമത്തേത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മാലറ്റ് ഉപയോഗിച്ചിട്ട് ആ ജോയിൻറ്റ് ക്ലോസ് ചെയ്യുന്നു. ദെൻ ദ ഗ്രൂവർ ഈസ് പ്ലേസ്ഡ് ഓവർ ദ ക്ലോസ്ഡ് എൻഡ് ഓഫ് ദ ജോയിൻറ്റ്. അതിനുശേഷം നമ്മൾ ഗ്രൂവർ അതിന് മുകളിൽ വെക്കുന്നു. ദ ഗ്രൂവർ ഈസ് പൊസിഷൻഡ് ഇൻ വെരി സ്ലൈറ്റ് ആംഗിൾ, ഒരു ചെറിയൊരു ആംഗിളിൽ തിരിച്ചു വെക്കുന്നു. ദ എഡ്ജ് ഓഫ് ദ ജോയിൻറ്റ് ആക്ട് ആസ് എ ഗൈഡ് ടു പൊസിഷൻ ഓഫ് ദ ഗ്രൂവർ. അതിൻ്റെ എഡ്ജ് എന്താണ്, ആ ജോയിൻറ്റ് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി ക്ലോസിങ് ആൻഡ് ലോക്കിങ്, എങ്ങനെയാണ് നമ്മൾ ലോക്കിങ് ചെയ്യാൻ നോക്കുക. ദ ജോയിൻറ്റ് ഈസ് ലോക്ക്ഡ് വർക്കിംഗ് അലോങ് ദ ജോയിൻറ്റ് സ്റ്റേജസ്. പ്രധാനമായിട്ട് 2-3 സ്റ്റേജിലാണ് ഇത് ചെയ്യാറ്. ദ സീം ഈസ് ടൈറ്റൻഡ് യൂസിങ് മാലറ്റ് ഓർ ലൈറ്റ് പ്ലേനിഷിങ് ആവണം. ആദ്യം എന്ത് ചെയ്യും, ഈ സീം നമ്മളൊരു മാലറ്റ് ഉപയോഗിച്ചോ ലൈറ്റ് പ്ലേനിഷിങ് ആവണോ ഉപയോഗിച്ചിട്ട് നമ്മൾ അടിക്കുന്നു. ഫെയിലിയർ ടു ലോക്ക് ജോയിൻറ്റ് സ്റ്റേജസ് വിത്ത് എൻഡ് ഓഫ് ദ ഗ്രൂവർ വിൽ റിസൾട്ട് ഇൻ ബൈറ്റ് മാർക്സ് അലോങ് ജോയിൻറ്റ്. ആ ജോയിൻറ്റിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ അത് പാടുകൾ വരുത്തും ഈ ഗ്രൂവർ, ആ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഗ്രൂവറിനെ കുറിച്ചാണ്. ഒരു ഗ്രൂവർ എന്ന് പറഞ്ഞാൽ ഒരു സീം അല്ലെങ്കിൽ ഒരു ഷീറ്റ് മെറ്റൽ, 2 ഷീറ്റ് മെറ്റൽ തമ്മിൽ മടക്കിയിട്ട് ആ മടക്കിയ ഭാഗം വീണ്ടും ലോക്ക് ചെയ്തിട്ട് അത് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഗ്രൂവർ. ഇപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.